ഏറെ സന്തോഷം തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാദൃച്ഛികമായിട്ടാണ് ശരിക്കും മദിൻ ക്യൂലാൻഡ് ഇവിടെ മഞ്ചേരി വരാൻ പറ്റിയത്. ഒന്ന് ഇവിടുത്തെ ഹോസ്റ്റിംഗ് തന്നെ ശരിക്കും ഉസ്താദും നല്ല രീതിയിലാണ് നമ്മൾ സ്വീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലെങ്കിലും പോലും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു ഫീൽഡ് ആയതുകൊണ്ട് മോട്ടിവേഷൻ ചെയ്യുന്നപ്പോൾ അതിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് ഒരു ഇൻസൈറ്റ് നൽകി. കാര്യം വെച്ചാൽ സാധാരണ രീതിയിൽ കൂടുതൽ കുട്ടികൾക്ക് 100, 200, 300 കുട്ടികൾക്ക് പോയി ക്ലാസ് എടുക്കുമ്പോൾ അവിടെ കാണാത്ത രീതിയിലുള്ള ഒരു എനർജറ്റിക് കുട്ടികൾ, നല്ല എന്തൂസിയാസ്റ്റിക്കാണ്. ശരിക്കും ഞാൻ സാധാരണ പറഞ്ഞത് ഈ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പോയ കുറേ പേര് കമിഴ്ത്തി വെച്ച ക്ലാസ് പോലെ നിൽക്കുക. ഒന്നും പറഞ്ഞാൽ നിങ്ങളിതൊന്നും പറയേണ്ടത്, ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടതാന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഇവർ ശരിക്കും കാലി ക്ലാസ്സുമായിട്ട് ഇങ്ങനെ വന്ന പോലെയാണ്. എന്തെങ്കിലും ഒന്ന് പറയും എന്നുള്ള രീതിയിൽ എന്തും പഠിക്കാൻ തയ്യാറായിട്ടുള്ള നല്ല കുട്ടികളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അവരുടെ മാർക്കിനെ കുറിച്ചോ പഠന രീതിയൊന്നും എനിക്കറിയില്ല, പക്ഷേ അതൊക്കെ സൂപ്പറായിരിക്കും. ഇനി ഇൻ കേസ് ഒരു കുട്ടിക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ പോലും അവർ ലൈഫിൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. നല്ല ഡിസിപ്ലിൻഡാണ്, നല്ല കുട്ടികളാണ്. പിന്നെ ക്യാമ്പസ് അടിപൊളിയാണ്. അതുപോലെ ഇപ്പം പുതിയ വരാൻ പോകുന്ന ഖുറാൻ തിയേറ്ററിൻ്റെ ഒക്കെ കൺസെപ്റ്റ് ഒരു പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും കാണാത്ത വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയർ ശരിക്കും ആദ്യമായിട്ട് ഒരാൾ വരുന്നത് ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് വിചാരിക്കില്ല. കാര്യം ഒരു റിസോർട്ടാണെന്നോ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് ഫീൽ ചെയ്യുന്ന അത്രയും മനോഹരമാണ്. കാരണം ശരിക്കും ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ട് കുട്ടികൾക്ക് ഈ ബോർഡിങ്ങിൽ നിന്നിട്ട് പാരൻസിന് മാറി നിന്നതിൻ്റെ ഒരു ഫീലിങ്ങും കൊടുക്കാതെ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യിച്ച് എന്നാൽ പഠനം കൃത്യമായിട്ട് നടക്കുന്ന രീതിയിൽ വളരെ സൈക്കോളജിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും തന്നെ കൊണ്ടുപോകുന്നു തോന്നിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊക്കെ ബോർഡിങ്ങിൽ പഠിച്ച ആളാണ്, ഹോസ്റ്റലിൽ പഠിച്ചൊക്കെ ആളാണ്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു വാർഡനെ നമുക്കൊരു പേടിയുള്ളൊരു വാർഡൻ ഉണ്ടാവും. കാരണം വെച്ചാൽ എപ്പോഴും വടിയായിട്ട് പുറകിൽ വടിയെടുത്ത് നടക്കുക, തല്ലുക, അവർ പറയുന്ന സമയത്ത് എത്തിയില്ലെങ്കിൽ അങ്ങനെ ഒക്കെയാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പീക്കറിൽ ചില ദിക്റുകളും ഔറാദുകളും ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കാരണം വെച്ചാൽ കുട്ടികളുടെ മേലെ ഒരു പ്രഷറും ഇല്ല, നിങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ആദ്യമേ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഇത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതാണ് നല്ലത് എന്ന തിരിച്ചറിവിൽ എല്ലാവരും ആ ഓർഡറിൽ അങ്ങനെ പോകുന്നു. അതിനിടയിൽ ഇൻ്റർഫിയർ ചെയ്യുക, വടിയെടുക്കുക, തല്ലുക, ചീത്ത പറയുക, ആ സാധനങ്ങളൊന്നും ഇല്ല എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി തോന്നി. കാരണം അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഇനിയും കാലഘട്ടത്തിന് വേണ്ടത്. കാര്യം കുട്ടികളുടെ മേലെ പ്രഷർ കൊടുക്കുന്ന അത്രയും കുട്ടി നശിച്ചു പോവുകയാണ് ചെയ്യുക. കുട്ടികൾ എത്ര കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു, എത്രയോ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞാണ് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുട്ടികൾക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരിക്കും. പഠനം ഓക്കെ ആയിരിക്കും, മെൻ്റലി ഫ്രീ ആയിരിക്കും, ഒരുമാതിരിപ്പെട്ട സ്ട്രെസ്സൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. മുമ്പേ ആഗ്രഹിച്ചതാണ്. എൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഉണ്ട്, പക്ഷേ പലപ്പോഴും പറ്റാറില്ല. പക്ഷേ പർസണലായിട്ട് ഇങ്ങനെ യാദൃശ്ചികമായിട്ട് കൃത്യമായിട്ട് ഇന്ന് കൊച്ചി യാത്രക്കിടയിൽ ഒന്ന് ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് ഉദ്ദേശിച്ച ആളാണ്. 6:30 വന്നിട്ട് ഇപ്പോൾ 10 മണി കഴിയുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. പോകാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും യാത്ര ചെയ്യണം. എന്നാൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷം. അള്ളാഹു എല്ലാത്തിനും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ചെയ്തു. പാഴാക്കാതിരിക്കാം നമുക്ക് ഈ സുവർണാവസരം. മദിൻ ക്യൂലാൻഡ് അഡ്മിഷൻ ആരംഭിച്ചു.